This is Tejutanga and you're watching Tejutanga Diaries. അപ്പോൾ ഇപ്പോൾ എന്ത് കാലമാണമ്മ? റിസൾട്ടിൻ്റെ കാലമാണ്. അതുകൊണ്ട് എല്ലായിടത്തും എങ്ങനെ സംഭവിക്കുന്നത്, മക്കൾക്ക് റിസൾട്ട് വരുന്നു, മക്കൾ ടെൻഷൻ ആവുന്നു, മാർക്ക് കുറഞ്ഞ, ചില പേരെന്ത് ചീത്ത പറയുന്നത്, ചിലർ അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര കുറച്ച് ചിലവരെങ്കിലും കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നതും റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് അവർക്കൊരു റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അമ്മയുടെ റിസൾട്ട് നോക്കി അമ്മേനെ ചീത്ത പറയുന്നു. മാർക്ക് എവിടെ പോയി, ആ സമയത്ത് ആരും പോയി നോക്കി നടക്കുകയായിരുന്നു. ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകണം. അപ്പോൾ ഈ വീഡിയോയിൽ അമ്മ കുട്ടി, ഞാൻ അമ്മയാണ്. ടിപ്പിക്കൽ അമ്മമാരാട്ടോ, ഓൾഡ് ജൻ അമ്മമാർ. അല്ലാതെ ഇപ്പോഴത്തെ അമ്മമാരൊക്കെ മാർക്ക് കുറഞ്ഞാലും കൂടുതലും അവർക്ക് അറിയാം അതിലൊന്നും വലിയ കാര്യമില്ല. കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തും അവരുടെ സ്കില്ലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പേരൻസിന് മെജോറിറ്റി അറിയാം. അപ്പോൾ ഒരു റെവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ചില അമ്മമാർ മാർക്ക് കുറഞ്ഞ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കണ്ടില്ല അമ്മമാരല്ല, ആരായാലും. അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ അമ്മ റിസൾട്ട് കാണിക്കും, 10ാം ക്ലാസ്സിലത്തെ കാണിക്കേ. ഞാൻ ശരിക്കും ഞാൻ തരാം അമ്മേൻ്റെ റിസൾട്ട്. എനിക്ക് കണ്ടിട്ടില്ല, ഞാൻ തരാം, എനിക്ക് അറിയില്ല അമ്മ എന്തൊക്കെയാ പറയും. ഓക്കെ. അപ്പോൾ അനിത KR, ഇത് ഞാൻ അവരുടെ സൈഡിൽ കൊടുക്കാം എന്തോ സംഭവം എന്നൊക്കെ. ഈ മാർക്കാണ്. ഞാനിവിടെ A+ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ ആണ് അയച്ചു. അത് ബ്ലഡ് ഗ്രൂപ്പാണ് ഗൈസ്. ഇവൻ പൊട്ടനാണ് മുതലാളി. അപ്പോൾ നമുക്ക് ഇനി റിസൾട്ട് നോക്കി കുട്ടീനെ ചീത്ത പറയാം. ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം 1, മാക്സിമം 50. എനിക്കിതിൻ്റെ ഒന്നും ഇത് മനസ്സിലാവണില്ല അമ്മ, ഇതെന്താണ്? അതൊക്കെ 50 മാർക്ക്. 50 മാർക്ക്. അപ്പോൾ 50ലാണോ നമുക്ക് 26 കിട്ടിയിരിക്കണത്? ബാക്കി എവിടെ? എനിക്കറിയില്ല. പകുതി മാർക്ക്. ഇതെന്ത് തേങ്ങ? ബാക്കി മാർക്ക് എവിടെ? ആ സമയത്ത് എന്തായിരുന്നു പണി? കുടുംബം നോക്കണം, പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നാ? ഇത് ഇപ്പോഴാണ് എനിക്ക് നിങ്ങളോട് റിവഞ്ച് ചെയ്യാനുള്ള സമയമാണ്. എവിടെ ബാക്കി മാർക്ക്? എന്റെ മണ്ടക്കല്ലേ, ഒന്ന് പഠിക്കാത്തതിന് നിങ്ങളുടെ മണ്ടക്ക തരുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ, ഞാൻ 10th-ലും +2-ലും എനിക്ക് എത്ര പെർസെന്റ്? 88. എത്ര കിട്ടിയത്? 87. 87 10th. ആ, ഈ 89. 2 വർഷം എനിക്ക് ഒരേ മാർക്ക് കിട്ടിയത്. ചേച്ചിക്ക്? എനിക്കും അല്ലടാ, അല്ലേ, എനിക്ക് കൂടുതലായിരുന്നു. അപ്പോ എനിക്ക് ആ മാർക്ക് കിട്ടിട്ട് ഉണ്ണി ഇതല്ല ഞാൻ നിന്റെ എക്സ്പെക്ട് ചെയ്തെന്ന് പറഞ്ഞ അമ്മയാണ് ഇത്. എന്നിട്ട് നിങ്ങൾ എത്രയും വാങ്ങിക്കണം? 50-ൽ 26. ബാക്കി എവിടെ? അപ്പുറത്തെ വാല്യുവേഷൻ കുറച്ച് ടഫ് വാല്യുവേഷൻ ആണ്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെ അമ്മമാർ മക്കളുടെ അടുത്ത് കെഞ്ചുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഗുഡ് ഗേൾ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അമ്മമാരുടെ അച്ഛന്മാരിന് SLC-യും 12th സർട്ടിഫിക്കറ്റ് എടുത്ത് ഇതേപോലെ പൊരിക്കണം. മലയാളം 2 32. കുഴപ്പമില്ല, ഗുഡ്. കാരണം ഞാൻ കുട്ടീനെ ഒരു നിലവാരം വെച്ചിരിക്കുന്നതിൽ വെച്ച് നോക്കുമ്പോൾ 32. ഗുഡ്. മതി. ഓക്കെ. അടുത്തത് ഇംഗ്ലീഷിൽ 50-ൽ 31. ഓ, ഇംഗ്ലീഷിൽ ജ്ഞാനിയായിരുന്നു. ഇംഗ്ലീഷിൽ കുറച്ച് കിട്ടും. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പർ 42. വെരി ഗുഡ്. അത് കൊള്ളാം. അതിൽ മാത്സിൽ മാർക്ക് കുഴപ്പമുണ്ട്. ഓ, അതിൽ 73 കിട്ടിയിരിക്കുന്നു. എന്താണ് ഇത് മൊത്തം മുകളിലേക്ക് പിടിക്കുന്നു? ശരി, മൊത്തത്തിൽ 73 കിട്ടിയിരിക്കണു. വെരി ഗുഡ്. അടുത്ത ഹിന്ദി പേപ്പറിൽ 32. അപ്പം നിങ്ങൾ ഇന്നേക്കാൾ ബ്രില്യൻ്റ് ആയിരുന്നു ഹിന്ദിയിൽ. ഗുഡ് ഗേൾ. അങ്ങനെ ടോട്ടൽ അമ്മക്ക് 250-ല് എന്തിനാണ് ഇത്രയൊക്കെ അങ്ങനെ ഡീറ്റെയിലിംഗ്? എന്താണ്? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇനി അടുത്തത് സയൻസില്. ഓക്കെ, മൊത്തത്തിൽ 100-ല് സയൻസും സോഷ്യൽ സയൻസിൽ അമ്മക്ക് 100-ല് 42. സോഷ്യൽ സയൻസ് ഇതൊക്കെ കണ്ട് നിങ്ങളുടെ അച്ഛനമ്മ എന്തായിരുന്നു പറഞ്ഞേ? പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവ്വജന്മ സാഫല്യമാണ് നന്മകളുടെ വിളനിലമായ സർവജ്ഞനായ നമ്മുടെ മകൻ. വളരെ ക്രാന്തദർശിയും പ്രായത്തിൽ കവിഞ്ഞ അറിവും പക്വതയും സ്കൂളിൽ അവന്റെ ഇമേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ഇത് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യാ? 60% ശരി, നിങ്ങളുടെ മക്കൾക്ക് കിട്ടി നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? എനിക്ക് അറിയാനാണ്. ഞാൻ അങ്ങനെയല്ല. അതെന്താ അങ്ങനെ? എല്ലാം പഠിക്കി പറഞ്ഞിട്ട്
അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ പിന്നെ നിങ്ങൾക്ക് മറ്റേ വീടും ബുക്കേ ഉള്ളൂ പറയും. ഇപ്പൊ അങ്ങനെയാണോ? നമുക്ക് കറങ്ങാൻ പോകാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഫോൺ ഉണ്ട്, എനിക്ക് ചുട്ടിട്ട് വരും. നമുക്ക് നോർമൽ ഫ്രണ്ട്സിനേക്കാൾ ഓൺലൈൻ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പഠിക്കാൻ സമയമില്ല. അതെന്തുകൊണ്ട് വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല? സയൻസ് എല്ലാം കൂടെ 195 അത് സയൻസ്, അത് ഈ കാറ്റഗറി എന്തോ ആടാ. ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. സംഭവം അമ്മക്ക് എല്ലാം കൂടെ 358 മാർക്ക് ഉണ്ട്. എത്രയില്? അമ്മ ഇത്ര കാലം അമ്മ ഫസ്റ്റ് ക്ലാസ് ആണെന്നാ പറഞ്ഞു. ഇത് നോക്കിയപ്പോ എനിക്ക് അമ്മ 59.8 എന്തോ ആണ്. ശരി, അമ്മയെ ഞാൻ നിരുത്സാഹപ്പെടുത്തണില്ല. സംഭവം അടിയിൽ പാസ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ആവശ്യമില്ലാണ്ട് എന്റെ ഇതില് ഓവറായിട്ട്. ഇവിടെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ മാർക്ക് ഉണ്ടാ? ഇതെന്താ അതും കൂടി 8ാം ക്ലാസ്സില്? എടാ അവര് ജസ്റ്റ് ആവറേജ് ആണ് ഇടുന്നത്. എത്രല്ല നോക്കത്, വല്ലാത്തൊരു ഹാഫ് ഉണ്ടാവും. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഇതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആ പഠിച്ച മാർക്ക് കൊണ്ട് അല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇതൊക്കെ നീ പറഞ്ഞു, ഇനി ഒരു സ്റ്റേജ് അടുത്തത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ കുട്ടികള്, വീട്, വീട്ടിലത്തെ പണികളെല്ലാം നിങ്ങളെ സ്കൂളിൽ അയക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കണം. നിങ്ങളെ പീക്കിരി സാധനങ്ങളാണോ, LKG മറ്റേ എന്താ പറയുക പോണ സാധനങ്ങൾ. ഇതിനെ എനിക്ക് നിങ്ങളെയൊക്കെ റെഡിയാക്കണം, കുളിപ്പിച്ച് റെഡിയാക്കണം. രണ്ട് പീക്കിരികളെല്ലാം നോക്കി സ്കൂളിൽ വിട്ട് അതിനെ പരീക്ഷയാകുമ്പോൾ പഠിപ്പിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിപ്പിച്ച് നിങ്ങൾക്കൊക്കെ. നീ ഇത്തിരി മോശമായിരുന്നു ഫസ്റ്റ്, പക്ഷെ ചേച്ചി എല്ലാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റാങ്കിലൊക്കെ വരുത്തിച്ച് ഉള്ള സമയത്ത് ഞാൻ എൻ്റെ എക്സാമും ഇടയിൽ കൂടെ പഠിച്ചു എഴുതിയിട്ട്. അമ്മ എന്നിട്ട് അങ്ങനെ BBAയും MBAയും ഡിസ്റ്റിങ്ഷനിൽ പാസ്സായിക്കണം. അത്ര വേണ്ട. പിന്നെന്താ പറയുക, ഡിസ്റ്റിങ്ഷൻ അമ്മ അതിൻ്റെയൊക്കെ അതല്ല, അത് എനിക്ക് കാണിക്ക്. അതായിരുന്നു ശരിക്കും പഠിക്കേണ്ട പ്രായം. ഓക്കെ, ഇതില് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് MBAയില്. അതേപോലെ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരിക്കണ്. അപ്പൊ ഞാനും ചേച്ചി ശേഷം അമ്മ പഠിപ്പിയായത്. അല്ലടാ, എനിക്ക് അതിന് മുമ്പ് പറഞ്ഞപ്പോ നമ്മള് വീട്ടുകാർ ഫോഴ്സ് ചെയ്യുമ്പോ പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളെ ഞാൻ പിന്നെ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞില്ലേ, +2 കഴിഞ്ഞത്. അപ്പൊ എന്താ വെച്ചാൽ പിന്നെ പഠിക്കണം എന്നുള്ളൊരു എന്താണ് ഒരു ത്വര വരാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര സിറ്റുവേഷൻ മോശമാണെങ്കിലും എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്നൊരു വാശിയായിരുന്നു. അപ്പൊ നിങ്ങൾ രണ്ടാളും ചെറുത്, നീ pre-KG അങ്ങനെ എന്തൊക്കെ ആയിട്ടുള്ള തോന്നണം എനിക്ക്. അപ്പൊ പോയേ പറ്റുള്ളൂ. കോപ്പറേഷൻ കാരണം നമുക്ക് മാർക്ക് കിട്ടി. ഇതൊന്നുമില്ല, നിന്നെയും പഠിപ്പിക്കണം, ചേച്ചിനെയും പഠിപ്പിക്കണം, അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പഠിക്കണം. കൂടുമ്പോ അതിന്റെ ഇടയിൽ കൂടി ഇന്റേണൽ എക്സാം ഉണ്ടാവും. ശരി, മനസ്സിലായി, കഷ്ടപ്പെട്ടു, മനസ്സിലായി. എനിക്ക് പിന്നെ കാര്യം പറയട്ടെ. നിങ്ങൾക്ക് 10th ഇപ്പം നിങ്ങൾ പറഞ്ഞ ആവറേജ് സ്റ്റുഡൻറ്റ് എന്താണ് മാർക്ക് എന്ന്. ആ 10th മാർക്ക് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആവറേജ് മാർക്കാണ് വേണ്ടി നിങ്ങൾ അതിന് വരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? മാർക്ക് കുറവാണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പം 10th റിസൾട്ട് ഇപ്പോൾ നല്ല മാർക്കാണെങ്കിലോ കുറവ് മാർക്കാണെങ്കിലോ നിങ്ങൾ ഫെയിൽ ആയാലോ പാസ്സായാലോ എന്തായാലും നിങ്ങൾ അതിൻ്റെ പേരിൽ മെൻ്റലി ഡൗൺ ആവരുത്. നിങ്ങളുടെ പേരൻസ് എങ്ങാനും നിങ്ങളെ വലിയ ക്രോശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, ഈ എക്സാമിന് പൊട്ടി എന്താ ഒന്നുകൂടെ എഴുതാ പാസ്സാവുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ പാസ്സായാൽ മതി, അതൊക്കെ അത്രേ ഉള്ളൂ. ശരിക്കും നമ്മൾ എന്തോ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്താണോ ചെയ്യണം എന്ന ആഗ്രഹം, നമ്മുടെ കഴിവ് എന്താണോ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ വേണം മോൾഡ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കാൻ. നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെയാണ് സംഭവം. ഓർമ്മശക്തി പരീക്ഷിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് നമുക്ക് ഇപ്പോൾ കറന്റ് ഉള്ളത്. അതുകൊണ്ട് ഓർമ്മശക്തി ഉണ്ടെന്ന് മാത്രമാണ് അതിൽ നിങ്ങൾക്ക് പ്രൂവ് ആവുന്നുള്ളൂ. നിങ്ങൾ എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലത്തെ റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗോളിക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിൽ മാർക്ക് കുറവ് കൂടെ പൊട്ടാതിരിക്കുക ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പം ഇപ്പോൾ റിസൾട്ട് വരുന്ന കുട്ടികളൊക്കെ എന്താ ചെയ്യേണ്ടത്? ടെൻഷൻ അടിക്കുന്നത് നിർത്തുക. ഈ റിസൾട്ടൊക്കെ ഈ കുറേ നാട്ടുകാർക്ക് നിൻ്റെ അമ്മേനെ പോലെ കുറേ ആൻറ്റിമാർക്കും അങ്കിൾമാർക്കും ഒരു ത്വര ഉണ്ടാവും എന്താ ഈ കുട്ടികളുടെ മാർക്ക് എന്ന് പറയാൻ. അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ലൈഫിൽ അവർ വലിയ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അവരോട് പൊട്ടിയെന്ന് പറയും, അവർ കുറച്ച് സന്തോഷിക്കട്ടെ. അല്ല പിന്നെ നമ്മൾ സക്സസ് ആയിട്ട് ലൈഫിൽ കാണിച്ചു കൊടുക്കും അല്ലേ. ഈ റിസൾട്ട് വന്നപ്പോൾ എന്നോട് ചോദിക്കും, നീ 10ാം ക്ലാസ് ആരെങ്കിലും ഉണ്ടോ, നീ 10ാം ക്ലാസ് ആരെങ്കിലും ഉണ്ടാകുന്നു. എൻ്റെ വേറൊന്നും പറയത്ത്. ശരി, അപ്പൊ അമ്മ മാത്രമാണ്. അയ്യോ, എനിക്ക് വേറൊന്നും നിങ്ങളുടെ മൊത്തം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കോളേജിലേക്ക്
ക്വാളിഫിക്കേഷൻ അല്ല എന്റെ അപ്പൊ വീഡിയോ. നീ എന്ത് മാർക്ക് മറ്റൊന്നും ചോദിക്കാത്തത്? എന്ത് മറ്റേ മാർക്കൊന്നും വേണ്ട? ഇല്ല, ഇപ്പൊ 10th റിസൾട്ട് വന്നോണ്ട് ഞാൻ 10th മാർക്ക് എടുത്ത്. എന്താണ്? ഒന്നുമില്ല. അമ്മ സൂപ്പർ ആയിരുന്നു, എന്നിട്ട് ഇപ്പൊ അമ്മ വെറുതെ ഇരിക്കണോ? അങ്ങനെ സൂപ്പറാണ്, വെരി ഗുഡ്. പക്ഷെ ഞാൻ എൻ്റെ മെസ്സേജ് അതല്ല, ഞാൻ കുട്ടികൾക്ക് മോട്ടിവേഷനാണ് കൊടുക്കണത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു കാര്യം, നിങ്ങൾ വെരി ഗുഡ് ആണ്, അത് ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ചെയ്തു അയ്യോ വേണ്ട വേണ്ട, എനിക്ക് മനസ്സിലായി. ഗൈസ്, എൻ്റെ അമ്മ MBA വരെ നല്ല സൂപ്പറായിട്ട് പാസ്സായിട്ട് ഇരിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും റിസൾട്ടിൻ്റെ കാര്യം ഓർത്ത് ബോധർ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷന് വല്ല കുഴപ്പമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാ മെസ്സേജ്, ഞാൻ മോട്ടിവേറ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിച്ചൊന്നും ഒരു കാര്യമില്ല. എഡ്യൂക്കേഷൻ വേണം, ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാണ്. പക്ഷേ അതിനൊക്കെ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് ഗോൾസിലും നിങ്ങൾക്ക് കരിയറിൽ എന്താവണം എന്നുള്ളതിലാണ്. സോ അതിൽ നല്ല ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. ബാക്കി ഈ എക്സാംസ് ഒക്കെ അതിൻ്റെ ഫ്ലോയിൽ പോട്ടെ, നമ്മളെ കൊണ്ട് പറ്റും. ഇതിപ്പോൾ 10th എക്സാം എഴുതുന്നവർ അല്ലെങ്കിൽ 12th എക്സാം എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവർ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അവിടെ എത്തിയത്. അപ്പോൾ ഇത്രയും കൊല്ലം കൂളായി പാസ്സാവെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അവസാനം കൂൾ ഇനിയിപ്പോൾ പാസ്സായില്ലെങ്കിൽ എന്താ ഒന്നുകൂടെ എഴുതാൻ പാസ്സാവാത്രേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തിനി അവസാനം പറയണ്ട. ചീത്ത പറഞ്ഞപ്പോൾ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു പെട്ടെന്ന് വരാം. നിന്റെ എന്തൊക്കെയോ ഉള്ളത് തീർത്താണ് അല്ലേ, പബ്ലിക്കായിട്ട് തീർത്താണ് അല്ലേ? വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഞാൻ ഇത്ര നിന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്നെ പറഞ്ഞു. ഇതുപോലെ എല്ലാവരും അമ്മമാരുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കുക, എന്നിട്ട് അവരൊന്ന് ചീത്ത പറയാം. അപ്പോൾ അവർ നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്തായിരിക്കും നമ്മളെ ചീത്ത അത് മാത്രം എണ്ണിപ്പെറുക്കി ചോദിക്കുക. എന്നിട്ട് നല്ലതുള്ളതിന് ഈ ശരി കഴിച്ചു അതിന് മാർക്ക് ലിസ്റ്റ് ഒക്കെ കാണിച്ചു കൊടുക്കുമല്ലോ. സൊസൈറ്റി അവര് നല്ലത് കണ്ട മൈൻഡ് ചെയ്യില്ല, പൊട്ട കണ്ട നമ്മൾ ക്രോശിക്കും, നോക്കണം കൂടി ഇല്ല. പക്ഷെ സൊസൈറ്റി നമ്മളെ എപ്പോഴും അംഗീകരിക്കാന്ന് വെച്ചാൽ നമ്മൾ അത്രയും സക്സസ് ആവണം. അതുവരെ നമ്മുടെ സ്റ്റെപ്പിലൊന്നും നമ്മളെ ചിലപ്പോൾ സൊസൈറ്റി അംഗീകരിച്ചൊന്നും വരില്ല. ഓക്കെ, സോ ഗൈസ്, നമുക്ക് നമ്മൾ തന്നെ ആയിരിക്കണം എപ്പോഴും ശക്തി കൊടുക്കേണ്ടത്. പറഞ്ഞ് കഥ എങ്ങോട്ടേക്ക് എത്തണം. അപ്പം അത്ര വീഡിയോ. ബൈ 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 വർമ്മ. എന്തിനാ ചൂടിലിരിച്ചു എന്റെ മോനെ നിർത്ത